കാലിക്കറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റേറ്റ് വോളിബോൾ പ്ലെയർ ആയിട്ടുള്ള ഒരു പോലീസുകാരൻ വന്നു. അയാൾ കളിക്കാൻ പാർക്കിൻസൺ കൂടിയതിന്റെ ഫലമായി കളിക്കാൻ സാധിക്കുകയില്ല, ജോലിക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു. നമ്മൾ DBS ചെയ്യുകയും അയാൾ വീണ്ടും കോർട്ടിലോട്ട് കളിക്കാൻ വേണ്ടി പോവുകയും ജോലിയിലേക്ക് പുനഃപ്രവേശിക്കുകയും ചെയ്തു. അതാണ് ഇത്തരം ചികിത്സകൾ കൊണ്ടുള്ള പ്രയോജനം. മരുന്നുകൾ കൊണ്ട് ഒരിക്കലും നമുക്ക് അയാളെ വീണ്ടും കോർട്ടിലേക്ക് ഇറക്കാൻ പറ്റില്ല. കാര്യം ആ മൂവ്മെന്റ് ഒക്കെ ഓൾമോസ്റ്റ് നോർമൽ ആവുന്ന അവസ്ഥയാണ് DBS കൊണ്ട് ഉണ്ടാവുന്നത്. ഇത് ഒരു ബ്രെയിൻ സർജറി ആയതുകൊണ്ട് തന്നെ ഇത് ആൾക്കാർക്ക് ഇത് ചെയ്യാനായിട്ടൊരു ആണ്. DBS ഒരു ബ്രെയിൻ സർജറി ആണെങ്കിൽ ഒരു മിനിമലി ഇൻവേസീവ് സർജറി ആണെന്ന് വേണേൽ പറയാം. നമ്മളൊരു ചെറിയ ഒരു ഹോൾ മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഇലക്ട്രോഡിന്റെ എങ്ങനെ പോകണം എന്നുള്ള കാര്യം പൂർണ്ണമായിട്ട് സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് നിയന്ത്രിക്കുന്നത്. ബ്രെയിനിന് വല്ലാതെ ഡാമേജ് ചെയ്യുന്നൊന്നുമില്ല. വളരെ തിന്നായിട്ടുള്ള ഒരു ഇലക്ട്രോഡാണ് ബ്രെയിനിലോട്ട് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി പറഞ്ഞു വിടുന്നത്. ബ്രെയിനിൽ സ്ട്രക്ചറൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് ഔട്ട് പേഷ്യൻ്റ് പ്രൊസീജിയർ ആയിട്ട് വരെ ചെയ്യുന്നുണ്ട്. രാവിലെ വന്ന് DBS ചെയ്യുന്ന വൈകുന്നേരം പോകുന്ന അവസ്ഥ, അങ്ങനെ വരെയും വിദേശ രാജ്യങ്ങളിൽ ചെയ്യുന്നുണ്ട്. മിനിമലി ഇൻവേസീവ് എന്ന് വേണം പറയാവുന്ന ഒരു സർജറിയാണ് DBS. ഓക്കെ, ഇത് വൺസ് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരു ഫോറെവർ ക്യൂർ അല്ലേ ഡോക്ടർ? ക്യൂർ പാർക്കിൻസൺ ഒരു ഡീജനറേറ്റീവ് ഡിസീസ് ആയതുകൊണ്ട് തന്നെ സിംറ്റമാറ്റിക് ഇംപ്രൂവ്മെന്റും ക്വാളിറ്റി ഓഫ് ലൈഫിലുള്ള ഇംപ്രൂവ്മെന്റുമാണ് DBS കൊണ്ട് ഉദ്ദേശിക്കുന്നത്.